പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പൊടി വാട്ടിയെടുക്കാതെ ചോറ് മിക്സിയിൽ അടിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും സമയവും ഒക്കെ ലാഭിക്കാം. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടരിയുടെ ചോറാണ്. നമ്മൾ ഏത് അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് ആ ഒരു ചോറ് എടുത്താൽ മതിയാവും. ഇനി ചോറ് അരച്ചെടുക്കാൻ ആവശ്യമായിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് നല്ലൊരു മയവും സ്വാദും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തരിതരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചോറുതാ ഞാൻ ഇപ്പോൾ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണല്ലോ ഉള്ളത്. ഇനി ഇത് നമുക്കൊന്ന് തിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഞാനൊരു 2 തവി അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് തവി അരിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേറെ എക്സ്ട്രാ വെള്ളമോ കാര്യമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു മാവിൻ്റെ പരിവാവുന്നത് വരെ കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം. മാവ് ഒരുപാട് ഹാർഡായി പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി ലൂസും ആയി പോകരുത്. അങ്ങനത്തെ ഞാൻ കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 1 കപ്പോളം തന്നെ അരിപ്പൊടി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പരുവത്തിൽ മാവൊന്ന് കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഇടിയപ്പച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇടിയപ്പച്ചിലും ചില്ലിലൊക്കെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുത്ത് അച്ചൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഞാനിത് ഇടിയപ്പത്തട്ടിലേക്കാണ് പിഴിഞ്ഞ് ആവി കയറ്റി എടുക്കുന്നത്. ഇടിയപ്പത്തട്ടിലും കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ മാവ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും തന്നെ ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു എളുപ്പ വഴിയിലൊക്കെ നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിയൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗ്യാസ് ലാഭിക്കുക, സമയവും ലാഭിക്കുക. എന്നാൽ ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഇടിയപ്പമാണിത്. അങ്ങനത്തെ ആ മാവൊക്കെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്ത് ഒരു 3-4 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയി കിട്ടും. അപ്പോൾ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.